Hi dears, welcome to my YouTube channel Social Science Learning Corner. 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ ഋതുഭേദങ്ങളും സമയവും എന്ന പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആ പാഠഭാഗം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ന് നമുക്കതൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. The repetition of various seasons such as winter, spring, summer and rain one by one and the changes in the earth are called ചേഞ്ചിങ് സീസൺസ്. എന്താണ് ഋതുഭേദങ്ങൾ? ദി റിപ്പീറ്റേഷൻ ഓഫ് വാരിയസ് സീസൺസ് സച്ച് ആസ് വിന്റർ, സ്പ്രിംഗ്, സമ്മർ ആൻഡ് റെയിൻ വൺ ബൈ വൺ ആൻഡ് ദി ചേഞ്ചസ് ഇൻ ദി എർത്ത് ആർ കോൾഡ് ചേഞ്ചിങ് സീസൺസ്. അതായത് മഞ്ഞുകാലവും വസന്തകാലവും വേനൽക്കാലവും വർഷകാലവും ഇങ്ങനെ കാലങ്ങൾ മാറി മാറി വരുന്നുണ്ട് അല്ലേ? അങ്ങനെ കാലങ്ങൾ മാറി മാറി വരുന്നതും അതിൻ്റെ ഫലമായി ഭൂമിയിൽ അതിനനുസരിച്ച് തന്നെ അല്ലെങ്കിൽ പ്രകൃതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? ഋതുഭേദങ്ങൾ എന്ന് പറയുന്നത്. Then what are the causes for the changes in seasons? ഈ ഋതുഭേദങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. എന്താണ് ഋതുഭേദങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ? Revolution of the earth, tilt of the earth's axis, parallelism of earth's axis and apparent movement of the sun. എന്തൊക്കെയാണ് ഋതുഭേദങ്ങൾക്ക് കാരണങ്ങൾ? എന്തൊക്കെയാണ്? ഭൂമിയുടെ പരിക്രമണം, അച്ചുതണ്ടിൻ്റെ ചരിവ്, അച്ചുതണ്ടിൻ്റെ സമാന്തരത, സൂര്യൻ്റെ അയനം. ഈ 4 കാര്യങ്ങളാണ് ഋതുഭേദങ്ങൾക്ക് കാരണമാവുന്നത്. റവല്യൂഷൻ ഓഫ് ദി എർത്ത് നമ്മൾ പറഞ്ഞു അല്ലേ? അതായത് ഋതുഭേദങ്ങൾക്ക് കാരണം റവല്യൂഷൻ ഓഫ് ദി എർത്ത് ഒരു കാരണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് റവല്യൂഷൻ? വാട്ട് ഈസ് റവല്യൂഷൻ? Earth revolves around the sun in an elliptical orbit. It is called a revolution. Earth revolves around the sun in an elliptical orbit. It is called a revolution. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെ ഭൂമി സൂര്യനെ വലം വെക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പരിക്രമണമെന്ന് പറയുന്നത്. ഭൂമി സൂര്യനെ വലം വെക്കുന്നത് എങ്ങനെയാണ്? ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെയാണ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? പരിക്രമണമെന്ന് പറയുന്നത്. Next, what is parallelism of Earth's axis? What is parallelism of Earth's axis? അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്താണ്? Earth is at an angle of 66.5 degree from the orbital plane and measured from the vertical plane it is 23.5 degree. The Earth maintains this tilt throughout its revolution. This is known as the parallelism of Earth's axis. ഭൂമിയുടെ അച്ചുതണ്ടിന് ചരിവുണ്ടെന്ന് നമുക്കറിയാം അല്ലേ? ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്നും 66 ഡിഗ്രിയും ആ ചരിവ് ലംബതലത്തിൽ നിന്നും നോക്കുമ്പോൾ 23.5 ഡിഗ്രിയുമാണ്. പരിക്രമണ വേളയിലൂടെ നീളം ഭൂമി എന്ത് ചെയ്യുന്നു? ഈ ചരിവ് അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്നത്. ഇതിനെയാണ് എന്ത് പറയുന്നത്? അച്ചുതണ്ടിൻ്റെ സമാന്തരത അല്ലെങ്കിൽ പാരലലിസം ഓഫ് എർത്ത് ആക്സിസ് എന്ന് പറയുന്നത്. The next, what is perihelion? The day when the earth is closest to the sun is called perihelion. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെയാണ് ഭൂമി സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യനോട് അടുത്ത് വരുന്ന ദിവസവും അകന്നു പോകുന്ന ദിവസവും ഒക്കെ ഉണ്ടാവും. ഓരോ സമയത്തും ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം വ്യത്യസ്തമായിരിക്കും. അങ്ങനെ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസമാണ് സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ. എപ്പോഴാണത്? ജനുവരി 3-നാണ് പെരിഹീലിയൻ അല്ലെങ്കിൽ സൂര്യ സമീപ ദിനം. Next, what is aphelion? The day when the earth is furthest from the sun is called aphelion. സൂര്യ സമീപ ദിനം പോലെ തന്നെ എന്തുണ്ട്? സൂര്യവിദൂര ദിനവുമുണ്ട്. അതായത് ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകന്നു നിൽക്കുന്ന ദിവസവുമുണ്ട്. ഭൂമി സൂര്യനോട് ഏറ്റവും അകന്നു പോകുന്ന ദിനമാണ് സൂര്യവിദൂര ദിനം. അതെപ്പോഴാണ്? ജൂലൈ 4-നാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ? സൂര്യന്റെ അയനം എന്താണ്? Since the parallelism is maintained same throughout the revolution, the position of the sun in relation to the earth varies apparently between Tropic of Cancer and Tropic of Capricorn. This is known as apparent movement of the sun. Tropic of Cancer 23.5 ഡിഗ്രി നോർത്തും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23.5 ഡിഗ്രി സൗത്തുമാണ്.
Then since the parallelism is maintained, അച്ചുതണ്ടിന്റെ സമാന്തരത പരിക്രമണ വേളയിൽ ഉടനീളം നിലനിർത്തുന്നുണ്ടല്ലേ. Since the parallelism is maintained same throughout the revolution, the position of the sun in relation to the earth varies apparently between Tropic of Cancer and Tropic of Capricorn. This is known as apparent movement of the sun. എന്താണ് സൂര്യന്റെ അയനം? ഭൂമി അച്ചുതണ്ടിന്റെ ചരിവ് പരിക്രമണ വേളയിലുടനീളം ഒരുപോലെ നിലനിർത്തിക്കൊണ്ടാണ് സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അങ്ങനെ അച്ചുതണ്ടിന്റെ ആ ചരിവ് പരിക്രമണ വേളയിലുടനീളം നിലനിർത്തിക്കൊണ്ട് സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്നത് കൊണ്ട് തന്നെ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? സൂര്യന്റെ അയനം എന്ന് പറയുന്നത്. Then as a result of apparent movement of the sun, the different seasons, spring, summer, autumn and winter, get repeated in a cyclic manner. എന്താണ്? സൂര്യന്റെ അയനം മൂലം എന്തുണ്ടാവുന്നുണ്ട്? വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, ശൈത്യകാലം എന്നിങ്ങനെ വ്യത്യസ്ത ഋതുക്കൾ ചാക്രികമായി ആവർത്തിക്കുന്നുണ്ട്. Then seasonal changes are not usually very obvious in the tropical region because of the incidence of large amount of sun's rays throughout the year. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഋതുഭേദങ്ങൾ പ്രകടമായി അനുഭവപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം അവിടെ വർഷം മുഴുവൻ ഉയർന്ന തോതിൽ സൂര്യപ്രകാശം ലഭിക്കുന്നു. അപ്പോൾ ഉയർന്ന തോതിൽ സൂര്യപ്രകാശം ലഭിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് എന്താണ്? ഋതുഭേദങ്ങൾ അവിടെ കാര്യമായി അനുഭവപ്പെടുന്നില്ല. എവിടെ? ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ. Seasonal changes are not usually very obvious in the tropical region because of the incidence of large amount of the sun's rays throughout the year. അപ്പോൾ ഇവിടെ മാത്രമാണ് പിന്നെ ഈ ഋതുഭേദങ്ങൾ പ്രകടമായി കാണുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിഫറെൻറ്റ് സീസൺസ് ആർ ക്ലിയർലി ഫെൽറ്റ് ഇൻ ദി മിഡ് ലാറ്റിറ്റ്യൂഡിനൽ ഓർ ടെമ്പറേറ്റ് സോൺസ്. ഋതുക്കളുടെ സവിശേഷതകൾ കൃത്യമായി അനുഭവപ്പെടുന്നത് ഇവിടെ മാത്രമാണ്? മിതോഷ്ണ മേഖലാ പ്രദേശങ്ങൾ അഥവാ മധ്യ അക്ഷാംശ മേഖലയിലാണ്. Then what are equinoxes? എന്താണ് equinoxes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Equal amount of sunlight is received in the northern hemisphere as well as in the southern hemisphere when sun is vertically over the equator. The apparent position of the sun during the Earth's revolution will be over the equator on March 21st and September 23rd. Hence, the length of the day and night will be equal during these days on both the hemisphere. These are called equinoxes. ഇക്വേറ്ററിന് നേരെ മുകളിലാണ് സൂര്യപ്രകാശം പതിക്കുന്നതെങ്കിൽ, അതായത് ഇക്വേറ്ററിന് നേരെ മുകളിൽ സൂര്യപ്രകാശം പതിക്കുന്ന സമയത്ത് ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും സൂര്യപ്രകാശം ലഭിക്കുന്നത് തുല്യ അളവിൽ ആയിരിക്കും അല്ലേ. പരിക്രമണ വേളയിൽ മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിനങ്ങൾ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം എവിടെയായിരിക്കും? ഭൂമധ്യരേഖയ്ക്ക്. ഭൂമധ്യരേഖയാണ് എന്ത് പറയുന്നത്? ഇക്വേറ്റർ. ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ ദിനങ്ങളിൽ 2 അർദ്ധഗോളം, ഭൂമധ്യരേഖ ഇക്വേറ്റർ മിഡിലാണ് അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ്? മധ്യത്തിലുള്ള ഭൂമധ്യരേഖയ്ക്ക് നേരെ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം വരുന്നത് കൊണ്ട് തന്നെ ഈ ദിനങ്ങളിൽ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഏതൊക്കെ ദിനങ്ങളിൽ? മാർച്ച് 21, സെപ്റ്റംബർ 23 2 അർദ്ധഗോളങ്ങളിലും പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമായിരിക്കും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഈ ദിനങ്ങളെ സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ ഇക്വിനോക്സസ് എന്ന് പറയുന്നത്. The next, summer solstice in northern hemisphere. മാർച്ച് 21, സെപ്റ്റംബർ 23 ദിവസങ്ങളിൽ സമരാത്ര ദിനങ്ങളാണ് അല്ലേ. ദെൻ ഫ്രം മാർച്ച് 21 സെപ്റ്റംബർ 23 എവിടെയാണ് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം? ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ. ദെൻ ഫ്രം മാർച്ച് 21 onwards, the sun apparently shifts from the equator northwards and reaches vertically over the Tropic of Cancer on 21st June. This day is known as summer solstice in northern hemisphere. On this day, in northern hemisphere, days are long and nights are short. അപ്പോൾ മാർച്ച് 21 ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ ഉണ്ടായിരുന്ന സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം എങ്ങോട്ട് പോകുന്നു? പിന്നീട് ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലേക്ക് പോകുന്നു. ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിലേക്ക് പോകുന്നു. ആ ദിവസം എന്താണ്? ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മ അയനാന്ത ദിനം ആണ്.
മാർച്ച് 21 മധ്യരേഖയിൽ നിന്നും വടക്കോട്ട് അയനം ചെയ്ത് ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ എന്ത് വിളിക്കുന്നു? ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് വിളിക്കുന്നു. എപ്പോഴാണ്? ജൂൺ 21 ഗ്രീഷ്മ അയനാന്ത ദിനം. ഈ ദിനത്തിൽ ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം കൂടുതലും രാത്രിയുടെ ദൈർഘ്യം കുറവുമായിരിക്കും. ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ, അതായത് ജൂൺ 21 ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം കൂടുതലും രാത്രിയുടെ ദൈർഘ്യം കുറവും ആയിരിക്കും. The northern hemisphere experiences spring season between 21st March and 21st June. ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നതും അന്നാണ് എന്ത്? ഗ്രീഷ്മ അയനാന്ത ദിനം. പക്ഷെ മാർച്ച് 21 ഭൂമധ്യരേഖയിൽ നിന്നും ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നത് വരെയുള്ള സമയം, അതിനെയാണ് എന്ത് പറയുന്നത്? സ്പ്രിംഗ് സീസൺ. എവിടെ? ഉത്തരാർദ്ധഗോളത്തിൽ സ്പ്രിംഗ് സീസൺ ആണ് എന്ന് പറയുന്നത്. The northern hemisphere experience spring season between 21st March and 21st June. Spring is the season of transition from winter to summer. ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ വസന്തകാലമായിരിക്കും. അപ്പോൾ എന്താണ് വസന്തകാലം? ശൈത്യകാലത്ത് നിന്നും വേനൽക്കാലത്തിലേക്കുള്ള ഒരു മാറ്റത്തിൻ്റെ കാലമാണെന്ത്? വസന്തകാലം. Next, the southward apparent movement of the sun begins from 21st June. And again reaches vertically above the equator on 23rd September. ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ ജൂൺ 21 എത്തുന്ന സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം പിന്നീട് സൂര്യൻ എങ്ങോട്ട് പോകുന്നു? ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലേക്ക് തന്നെ എത്തുന്നു. എപ്പോൾ? സെപ്റ്റംബർ 23 ആകുമ്പോഴേക്കും അയനം ചെയ്ത് ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലേക്ക് തന്നെ എത്തുന്നു. ഡ്യൂറിങ് ദിസ് പീരീഡ് ദർ ഈസ് സമ്മർ സീസൺ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പോൾ തെക്കോട്ടേക്കാണ് പോകുന്നത്. തെക്കോട്ടേക്കുള്ള സൂര്യൻ്റെ അയനം ആരംഭിക്കുന്നത് ജൂൺ 21 സെപ്റ്റംബർ 23 സൂര്യൻ വീണ്ടും എവിടെ എത്തുന്നു? ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ കാലയളവിനാണ് ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലം. സെപ്റ്റംബർ 23. Next, winter solstice in northern hemisphere. The sun continues its southward apparent shift from the equator from 23rd September. സൂര്യൻ പിന്നീട് വീണ്ടും എന്ത് ചെയ്യുന്നു? അതിൻ്റെ തെക്കോട്ടുള്ള അയനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സെപ്റ്റംബർ 23 വീണ്ടും തെക്കോട്ടേക്ക് അയനം ചെയ്ത് സൂര്യൻ എവിടെ എത്തുന്നു? ഇറ്റ് റീച്ചസ് വേർട്ടിക്കലി അബൌട്ട് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 22nd December. ഡിസംബർ 22 ആകുമ്പോഴേക്കും എവിടെ എത്തുന്നു? ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലേക്ക് എത്തുന്നു. ദിസ് ഡേ ഈസ് നോൺ ആസ് വിന്റർ സോൾസ്റ്റൈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. ഓൺ ദിസ് ഡേ ഡേയ്സ് ആർ ഷോർട്ട് ആൻഡ് നൈറ്റ് ആർ ലോങ്. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യ അയനാന്തമാണ് എപ്പോൾ? ഡിസംബർ 22. സെപ്റ്റംബർ 23 മുതൽ ഭൂമധ്യരേഖയിൽ നിന്നും തെക്കോട്ട് അയനം തുടരുന്ന സൂര്യൻ ഡിസംബർ 22 ആയപ്പോൾ എവിടെ എത്തുന്നു? ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ ദിനത്തെ എന്ത് പറയുന്നു? ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യ അയനാന്ത ദിനം എന്ന് വിളിക്കുന്നു. ജൂൺ 21 ഉത്തരാർദ്ധഗോളത്തിൽ എന്തായിരുന്നു? ഗ്രീഷ്മ അയനാന്ത ദിനം. ഡിസംബർ 22 ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യ അയനാന്ത ദിനം. ഈ ദിനത്തിൽ ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം കുറവും രാത്രിയുടെ ദൈർഘ്യം കൂടുതലും ആയിരിക്കും. ഫ്രം 23rd September to 22nd December. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ സ്പ്രിംഗ് സീസൺ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഫ്രം 23rd September to 22nd December ഇറ്റ് ഈസ് ഓട്ടം സീസൺ ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഉത്തരാർദ്ധഗോളത്തിൽ എന്താണ്? ഹേമന്തകാലമാണ് ഉത്തരാർദ്ധഗോളത്തിൽ. എന്താണ് ഓട്ടം സീസൺ അല്ലെങ്കിൽ ഹേമന്തകാലം എന്താണ്? Autumn marks the transition from the severity of summer towards winter. During this period, atmospheric temperature decreases considerably. There is shortening of day and lengthening of night during this period. അപ്പോൾ വേനൽക്കാലത്തിൻ്റെ ആ ഒരു തീക്ഷ്ണതയിൽ നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമാണ് ഇത്? ഹേമന്തകാലം. വേനൽക്കാലത്തിൻ്റെ തീക്ഷ്ണതയിൽ നിന്നും ശൈത്യകാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമാണ് ഹേമന്തകാലം. ഈ സമയത്ത് അന്തരീക്ഷ ഊഷ്മാവിൽ കാര്യമായ കുറവുണ്ടാവുന്നു. പകലിൻ്റെ ദൈർഘ്യം കുറവായിരിക്കും, അതുപോലെ തന്നെ രാത്രിയുടെ ദൈർഘ്യം കൂടുതലും ആയിരിക്കും. എപ്പോൾ? ഓട്ടം സീസണിൽ, അതായത് ഹേമന്തകാലത്ത്. ദെൻ നെക്സ്റ്റ്, വിൻ്റർ സീസൺ. എന്താണ് വിൻ്റർ സീസൺ?
The northward apparent shift of the sun begins by 22nd December and again reaches vertically above the equator on 21st March. ഇനി വീണ്ടും എങ്ങോട്ട് പോകണം? ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലെത്തിയ സൂര്യൻ വീണ്ടും അവിടുന്ന് വടക്കോട്ടേക്ക് അയനം ആരംഭിച്ച് എവിടെ എത്തുന്നു? മാർച്ച് 21 ആകുമ്പോഴേക്കും വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ തന്നെ എത്തുന്നു. This period marks the winter season in northern hemisphere. ഡിസംബർ 22 സൂര്യൻ ദക്ഷിണായന രേഖയിൽ നിന്നും വടക്കോട്ട് അയനം ആരംഭിച്ച് മാർച്ച് 21 ആകുമ്പോൾ വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ തന്നെ എത്തുന്നു. ഈ കാലയളവാണ് ഉത്തരാർദ്ധഗോളത്തിൽ എന്ത്? ശൈത്യകാലം. നെക്സ്റ്റ് എന്താണ് ഉത്തരായനം? Following the winter solstice, the sun sets its northward apparent movement from Tropic of Capricorn and it reaches on Tropic of Cancer on 21st June. This northward apparent movement of the sun from Tropic of Capricorn to Tropic of Cancer is termed as ഉത്തരായനം. എന്താണ് ഉത്തരായനം? ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് സൂര്യൻ, ശൈത്യ അയനാന്ത ദിനം എപ്പോഴായിരുന്നു? ഡിസംബർ 22 അല്ലേ? ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് സൂര്യൻ ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് അയനം ആരംഭിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ജൂൺ 21 എവിടെ എത്തുന്നു? ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുകയും ചെയ്യുന്നു. അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡയറക്റ്റ് നേരെയല്ലല്ലോ ശ്രദ്ധിക്കുക. അതായത് ഡിസംബർ 21 ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലുണ്ടായിരുന്ന സൂര്യൻ വടക്കോട്ട് അയനം ചെയ്ത് ആദ്യം എവിടെ എത്തുന്നു? മാർച്ച് 21 ആകുമ്പോൾ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. അവിടുന്ന് വീണ്ടും അയനം ചെയ്ത് എവിടെ എത്തുന്നു? ജൂൺ 21 ആകുമ്പോൾ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. അപ്പോൾ ഈ ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനമാണ് എന്ത്? ഉത്തരായനം. ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് സൂര്യൻ ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് അയനം ആരംഭിക്കുകയും ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുകയും ചെയ്യുന്നു. ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനമാണ് എന്ത്? ഉത്തരായനം. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? ദക്ഷിണായനം അല്ലേ? നെക്സ്റ്റ് ദക്ഷിണായനം. ഫോളോയിങ് ദി സമ്മർ സോൾസ്റ്റേഴ്സ്, നേരത്തെ വിന്റർ സോൾസ്റ്റേഴ്സ് ആയിരുന്നു ഉത്തരായനത്തിൽ അല്ലേ? Then in Dakshinayana, following the summer solstice, the sun sets its southward apparent movement from Tropic of Cancer and it reaches on Tropic of Capricorn on 22nd December. This southward apparent movement of the sun from Tropic of Cancer to Tropic of Capricorn is termed as Dakshinayanam. ഇപ്പോൾ ഗ്രീഷ്മ അയനാന്ത ദിനത്തെ തുടർന്ന് ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് അയനം ആരംഭിക്കുന്നു. ആര്? സൂര്യൻ അല്ലേ? ഗ്രീഷ്മ അയനാന്ത ദിനം എപ്പോഴാണ്? ജൂൺ 21. അന്ന് അവിടെ നിന്നും അയനം ചെയ്ത് വീണ്ടും സെപ്റ്റംബർ 23 ആകുമ്പോഴേക്കും ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. അവിടെ നിന്ന് വീണ്ടും അയനം ചെയ്ത് ഡിസംബർ 22 എവിടെ എത്തുന്നു? ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു. അപ്പോൾ ഈ ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെയാണ് എന്ത് പറയുന്നത്? ദക്ഷിണായനം എന്ന് പറയുന്നത്. ഗ്രീഷ്മ അയനാന്ത ദിനത്തെ തുടർന്ന് ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് അയനം ആരംഭിക്കുകയും ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുകയും ചെയ്യുന്നുണ്ട് സൂര്യൻ. ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെയാണ് എന്ത് പറയുന്നത്? ദക്ഷിണായനം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ലോക്കൽ ടൈം? എന്താണ് പ്രാദേശിക സമയം? The time estimated at each place based on the position of the sun is termed as the local time. The time estimated at each place based on the position of the sun is termed as the local time. ഓരോ സ്ഥലത്തും സൂര്യൻ്റെ സ്ഥാനത്തെ ആധാരമാക്കി നിർണ്ണയിക്കുന്ന സമയത്തെയാണ് എന്ത് പറയുന്നത്? പ്രാദേശിക സമയം എന്ന് പറയുന്നത്. റവല്യൂഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? പരിക്രമണം. The next, rotation, ഭ്രമണം. The movement of the earth on its axis. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഭ്രമണം എന്ന് പറയുന്നത്. Earth rotates about its axis from west to east. Earth takes 24 hours to complete a rotation. Day and night occur due to the rotation of the earth. As the earth rotates from west to east, the sun rises in the east.
അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ദി മൂവ്മെന്റ് ഓഫ് ദി എർത്ത് ഓൺ ഇറ്റ്സ് ആക്സിസ് ആണ് എന്ത്? ഭ്രമണം. അതായത് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഭ്രമണം എന്ന് പറയുന്നത്. എർത്ത് റൊട്ടേറ്റ്സ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. എവിടെ നിന്നും എവിടേക്കാണ് ഭൂമി കറങ്ങുന്നത്? പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. എത്ര മണിക്കൂർ എടുക്കുന്നുണ്ട്? എർത്ത് ടേക്സ് 24 hours ടു കംപ്ലീറ്റ് എ റൊട്ടേഷൻ. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയം 24 മണിക്കൂറാണ്. ഈ ഭ്രമണത്തിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്? ഡേ ആൻഡ് നൈറ്റ്, രാത്രിയും പകലും ഉണ്ടാകുന്നത് ഭ്രമണത്തിന്റെ ഫലമായിട്ടാണ്. ആസ് ദി എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്, ദി സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ്? കിഴക്ക് നിന്നാണ്. The next, the angular distance of Earth is 360 degree. ഭൂമിയുടെ കോണളവ് എത്രയാണ്? 360 ഡിഗ്രി. ഈ 360 ഡിഗ്രി തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ്? 24 മണിക്കൂർ. 24 മണിക്കൂർ കൊണ്ട് ഭൂമി കറങ്ങുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മിനിറ്റ് ആണ് നമുക്കറിയാം? 60 മിനിറ്റ് ആണ് അല്ലേ? 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റ് ആണെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. 24 മണിക്കൂർ എത്ര മിനിറ്റ് ആണെന്ന് കാണാൻ എന്ത് വേണം? 24 × 60 = 1440 മിനിറ്റ്സ്, 1440 മിനിറ്റ്. അപ്പോൾ 360 ഡിഗ്രി തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം 24 മണിക്കൂർ, അല്ലെങ്കിൽ മിനിറ്റിൽ പറയുമ്പോൾ 1440 മിനിറ്റ് അല്ലേ? ടൈം റിക്വയർഡ് ഫോർ ദി എർത്ത് ടു കംപ്ലീറ്റ് 1 ഡിഗ്രി. 1 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം, 360 ഡിഗ്രി തിരിയാൻ വേണ്ട സമയമാണ് 1440 മിനിറ്റ്. അപ്പോൾ 1 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം കാണാൻ എന്ത് വേണം? 1440 ഡിവൈഡഡ് ബൈ 360. അപ്പോൾ എത്ര കിട്ടും? 1 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം 4 മിനിറ്റ്. Then 1 degree is equal to 4 minutes. Time required for the rotation of 15 degree. 1 ഡിഗ്രി തിരിയാൻ 4 മിനിറ്റ് ആണെങ്കിൽ 15 ഡിഗ്രി തിരിയാൻ എത്ര മിനിറ്റ് വേണം എന്ന് കണ്ടുപിടിക്കാൻ എന്ത് വേണം? ടൈം റിക്വയർഡ് ഫോർ ദി റൊട്ടേഷൻ ഓഫ് 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനൽ ഏരിയ ഈസ് ഈക്വൽ ടു 15 × 4 ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്സ്. 60 മിനിറ്റ്സ് അതായത് 60 മിനിറ്റ് എത്ര മണിക്കൂറാണ്? 1 മണിക്കൂറാണ്. അപ്പോൾ 15 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം 1 മണിക്കൂർ. 360 ഡിഗ്രി തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം 24 മണിക്കൂർ. 1 ഡിഗ്രി തിരിയാൻ വേണ്ടത് 4 മിനിറ്റ്. 15 ഡിഗ്രി തിരിയാൻ വേണ്ടത് 1 മണിക്കൂർ. 360 ഡിഗ്രി തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം 24 മണിക്കൂർ. 1 ഡിഗ്രി തിരിയാൻ വേണ്ടത് 4 മിനിറ്റ്. 15 ഡിഗ്രി തിരിയാൻ 1 മണിക്കൂർ. Then 15 degree longitudinal area of Earth passes by the sun within a period of 1 hour. 1 മണിക്കൂർ കൊണ്ടാണ് 15 ഡിഗ്രി രേഖാംശം തിരിഞ്ഞു പോകുന്നത് അല്ലേ? രേഖാംശ പ്രദേശം ഭൂമി തിരിഞ്ഞു പോകുന്നത്. Then as the earth rotates from west to east, time advances towards the east and recedes towards the west. ഭൂമിയുടെ ഭ്രമണം എങ്ങോട്ടാണ്? എവിടെ നിന്നും എവിടേക്കാണ് ഭൂമിയുടെ ഭ്രമണം? പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടായതിനാൽ സമയം കൂടുതൽ രേഖപ്പെടുത്തുന്നത് കിഴക്കോട്ടും സമയക്കുറവ് രേഖപ്പെടുത്തുന്നത് പടിഞ്ഞാറോട്ടും ആയിരിക്കും. അതായത് കിഴക്കോട്ട് പോകുന്ന ആൾക്ക് സമയക്കൂടുതലും പടിഞ്ഞാറോട്ട് പോകുന്നയാൾക്ക് സമയക്കുറവുമായിരിക്കും അനുഭവപ്പെടുക. ഇവിടെ നോക്കുക, 0 ഡിഗ്രി 12 മണിയാണ്, ഉച്ചയ്ക്ക് 12 മണി. അപ്പോൾ കിഴക്കോട്ട്, അതിൽ നിന്നും കിഴക്കോട്ട് 1 ഡിഗ്രി കിഴക്കോട്ട് പോകുമ്പോഴും 1 ഡിഗ്രി പടിഞ്ഞാറോട്ട് പോകുമ്പോഴുള്ള സമയ വ്യത്യാസമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കിഴക്കോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്? 1 ഡിഗ്രിക്ക് 4 മിനിറ്റ് വെച്ച് സമയം കൂടും. ഇപ്പോൾ ഉച്ചയ്ക്ക് 12 മണിയാണെങ്കിൽ കിഴക്കോട്ട് 1 ഡിഗ്രി കിഴക്കോട്ട് പോകുമ്പോൾ 12:04 ആവും. അതുപോലെ തന്നെ 1 ഡിഗ്രി പടിഞ്ഞാറോട്ട് പോകുമ്പോൾ 11:56 AM ആയിരിക്കും. 1 ഡിഗ്രിക്ക് 4 മിനിറ്റ് വെച്ച് കുറയും അല്ലേ? Then next, Greenwich Mean Time. The 0 degree longitude is known as the Greenwich Meridian. Time is calculated worldwide based on the Greenwich line. So, this line is also known as prime meridian. The local time at the prime meridian is known as Greenwich Mean Time. എന്താണ് ഗ്രീനിച്ച് രേഖ? 0 ഡിഗ്രി രേഖാംശ രേഖയാണെന്ത്? ഗ്രീനിച്ച് രേഖ അല്ലേ? ടൈം ഈസ് കാൽക്കുലേറ്റഡ് വേൾഡ് വൈഡ് ബേസ്ഡ് ഓൺ ഗ്രീനിച്ച് ലൈൻ. ഈ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്താകമാനം സമയം കണക്കാക്കുന്നത്. സോ ദിസ് ലൈൻ ഈസ് ഓൾസോ നോൺ ആസ്, അതുകൊണ്ട് എന്ത് പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് ഗ്രീനിച്ച് രേഖ?
പ്രൈം മെരീഡിയൻ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. ആൻഡ് ദി ലോക്കൽ ടൈം അറ്റ് ദി പ്രൈം മെരീഡിയൻ ഇസ് നോൺ ആസ് ഗ്രീനിച്ച് മീൻ ടൈം. ഗ്രീനിച്ച് രേഖയിലെ അല്ലെങ്കിൽ പ്രൈം മെരീഡിയനിലെ പ്രാദേശിക സമയമാണ് എന്ത്? ഗ്രീനിച്ച് മീൻ ടൈം എന്ന പേരിൽ അറിയപ്പെടുന്നത്. Then Greenwich Meridian acquires its name from Greenwich, the place where the Royal British Observatory is situated and through which 0° longitude passes. അപ്പോൾ 0° രേഖാംശ രേഖയാണ് എന്ത് പറയുന്നത്? ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നത്. 0° രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്ത് എവിടെയും സമയം കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രീനിച്ച് രേഖ എന്ത് പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്? പ്രൈം മെരീഡിയൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയമാണ് എന്ത്? ഗ്രീനിച്ച് സമയം എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ടൈം സോൺസ്, സമയമേഖല. ബേസ്ഡ് ഓൺ ദി ഗ്രീനിച്ച് മെരീഡിയൻ ദി വേൾഡ് ഈസ് ഡിവൈഡഡ് ഇൻടു 24 zones, each with a time difference of 1 hour. These are known as time zones. എന്താണ് സമയമേഖലകൾ? ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള 24 മേഖലകളായി ലോകത്തെ തിരിച്ചിരിക്കുന്നു. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ഓരോ മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള 24 മേഖലകളായി തിരിച്ചിരിക്കുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? സമയമേഖലകൾ എന്ന് പറയുന്നത്. Next, standard time. The local time would be different at each longitude. If we calculating the local time at different places based on the longitude there, it would create a lot of confusion. To solve this, the local time at the longitude passes through the middle of the country is selected as common for the whole country. Then each country in the world considers the longitude that passes through its middle as the standard meridian. The local time at the standard meridian is the standard time of that country. എന്താണ് സ്റ്റാൻഡേർഡ് സമയം എന്ന് പറയുന്നത്? ഓരോ രേഖാംശത്തിലെയും പ്രാദേശിക സമയത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പ്രദേശത്ത് തന്നെ ധാരാളം രേഖാംശങ്ങൾ അടങ്ങിയതായിരിക്കും. അപ്പോൾ വിവിധ രേഖാംശങ്ങൾ ഉൾപ്പെട്ട പ്രദേശങ്ങൾ അതാതിടങ്ങളിലെ പ്രാദേശിക സമയം പരിഗണിച്ചു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാകും. ഒരു സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് തന്നെ ഒരുപാട് സമയങ്ങൾ ഉണ്ടാകും. അപ്പോൾ എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾക്കും അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കും, ആശയക്കുഴപ്പം സൃഷ്ടിക്കും. ഈ പ്രതിസന്ധി മറികടക്കാൻ രാജ്യങ്ങളുടെ കേന്ദ്ര ഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ രാജ്യത്ത് മുഴുവൻ പൊതുസമയമായാണ് സാധാരണ കണക്കാക്കുന്നത്. എങ്ങനെയാണ്? രാജ്യങ്ങളുടെ കേന്ദ്ര ഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെയാണ് രാജ്യത്ത് മുഴുവൻ പൊതുസമയമായി കണക്കാക്കുന്നത്. ലോകത്തിലെ ഓരോ രാജ്യവും ഇത്തരത്തിൽ ഏറെക്കുറെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശയാണ് സ്റ്റാൻഡേർഡ് സമയം അല്ലെങ്കിൽ മാനക രേഖാംശമായി പരിഗണിക്കുന്നത്. ഈ മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ആ രാജ്യത്തിൻ്റെ മാനക സമയം. ഓരോ രാജ്യവും അതിൻ്റെ കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെയാണ് എന്തായി കണക്കാക്കിയിട്ടുള്ളത്? മാനക രേഖാംശമായി കണക്കാക്കിയിട്ടുള്ളത്. ഈ മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് എന്ത്? ആ രാജ്യത്തിൻ്റെ മാനക സമയം. നെക്സ്റ്റ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ദി ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് ഓഫ് ഇന്ത്യ ഈസ് ഫ്രം 68° east to 97° east. The 82.5° east longitude, which passes almost through the middle of this longitude, has been fixed as the standard meridian of India. The local time along this longitude is generally considered as the standard time of India. This is known as the IST, Indian Standard Time. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്? പൂർവ്വരേഖാംശം 68° മുതൽ 97° വരെയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും, ഈ 68°യുടെയും 97°യുടെയും ഏകദേശം മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന 82.5° പൂർവ്വരേഖാംശത്തെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായി കണക്കാക്കുന്നത്. ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്? 82.5° പൂർവ്വരേഖാംശം. 82.5° പൂർവ്വരേഖാംശത്തെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായി കണക്കാക്കുന്നത്. ഈ രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് വിളിക്കുന്നത്. 82.5° പൂർവ്വ രേഖാംശം. ഇവിടെ പിക്ചറിൽ ശ്രദ്ധിക്കുക, 68°
ഈസ്റ്റ്, അതുപോലെ 97 ഡിഗ്രി ഈസ്റ്റ് 68 ഡിഗ്രി പൂർവ്വരേഖാംശത്തിനും 97 ഡിഗ്രി പൂർവ്വരേഖാംശത്തിൻ്റെയും മധ്യത്തിലൂടെ കടന്നു പോകുന്ന 82.5 ഡിഗ്രി പൂർവ്വരേഖാംശമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. Then next, what is international date line? എന്താണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ? 180 degree longitude is known as international date line. 0 ഡിഗ്രി രേഖാംശ രേഖ എന്തായിരുന്നു? ഗ്രീനിച്ച് രേഖ. 180 ഡിഗ്രി രേഖാംശ രേഖയാണ് എന്ത്? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. 180 degree longitude is known as international date line. There is a difference of 24 hours at each 180 degree longitude to the east and west of Greenwich. ഒരു ദിവസത്തിൻ്റെ വ്യത്യാസമുണ്ട് ഈ അന്താരാഷ്ട്ര രേഖയുടെ ഇരുവശങ്ങളിലും തമ്മിൽ. To avoid practical difficulties of being different days like this, it is drawn through Bering Strait in Pacific Ocean by avoiding some of the inhabited islands. അപ്പോൾ എന്താണ്? 180 ഡിഗ്രി രേഖാംശ രേഖയാണ് എന്ത് പറയുന്നത്? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയുന്നത്. 180 ഡിഗ്രി രേഖാംശ രേഖയാണ് എന്ത് പറയുന്നത്? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രേഖയ്ക്ക് പടിഞ്ഞാറ് 24 മണിക്കൂർ കൂടുതലും കിഴക്ക് 24 മണിക്കൂർ കുറവും ആയിരിക്കും. ഈ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയ്ക്ക് പടിഞ്ഞാറോട്ട് 24 മണിക്കൂർ കൂടുതൽ, അതായത് ഒരു ദിവസം കൂടുതലും കിഴക്ക് 24 മണിക്കൂർ കുറവും ഒരു ദിവസം കുറവും ആയിരിക്കും. ഒരു രാജ്യത്തിൻ്റെ മധ്യത്തിലൂടെ ഈ രേഖ കടന്നു പോകുമ്പോൾ ദിവസങ്ങളിലുണ്ടാകുന്ന വ്യത്യാസം പരിഹരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? കരഭാഗത്തെ ഒഴിവാക്കി കടലിലൂടെ വളച്ചാണ് വരച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ നമുക്ക് കാണാം, ഒരു സിക്സാഗ് ലൈനായിട്ടാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഉള്ളത്. പസഫിക് സമുദ്രത്തിലെ ബെറിംഗ് കടലിടുക്കിലൂടെയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്നത്. ഈ രേഖ മുറിച്ചു കടന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഒരാൾ ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്നവർ ഒരു ദിവസം കുറച്ച് സമയം കണക്കാക്കുന്നു. പടിഞ്ഞാറോട്ട് പോകുന്ന ഒരാൾക്ക് ചൊവ്വാഴ്ചയാണെങ്കിൽ കിഴക്കോട്ട് പോകുന്ന ആൾക്ക് എന്തായിരിക്കും? തിങ്കളാഴ്ചയായിരിക്കും. ഇപ്പം നെക്സ്റ്റ് 0 ഡിഗ്രി രേഖാംശ രേഖ എന്താണ്? ഗ്രീനിച്ച് രേഖ. ഇന്ത്യയുടെ മാനകരേഖാംശം 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. ഇത് രണ്ടും തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? 5.5 മണിക്കൂറാണ്. എങ്ങനെ കണ്ടുപിടിക്കുന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 15 ഡിഗ്രി എന്ന് പറയുമ്പോൾ 15 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം 60 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ. അപ്പോൾ 82.5 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം എങ്ങനെ കാണാം? 82.5 ഡിവൈഡ് ബൈ 15 അല്ലേ? 82 15 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 5.5 മണിക്കൂർ കിട്ടും. ഗ്രീനിച്ചിൻ്റെ കിഴക്കായിട്ടാണ് എന്തുള്ളത്? ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഗ്രീനിച്ചിലെ സമയത്തേക്കാൾ അപ്പോൾ എന്തായിരിക്കും? കിഴക്കോട്ട് പോകും തോറും സമയം കൂടുതലായിരിക്കും അല്ലേ? ഗ്രീനിച്ചിൻ്റെ കിഴക്കായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഗ്രീനിച്ചിലെ സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് കൂടുതലായിരിക്കും എന്ത്? ഇന്ത്യയിലെ സമയം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വിശദമായിട്ട് കണക്കുകളും കാൽക്കുലേഷൻ ചെയ്യുന്നതൊക്കെ, ജപ്പാൻ്റെ സമയം കണക്കാക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് വേണ്ടവർ ആ ക്ലാസ്സുകൾ ഒന്ന് കാണുക. അപ്പോൾ താങ്ക് യു.